എൻ്റെ സാറേ അത് സ്കൂളിലെ പിള്ളേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കാനാണ്. പകുതി പൈസ നിങ്ങളിടും പകുതി പൈസ ഞാൻ ഇടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ എൻ്റെ വീട്ടിലുള്ളവർക്ക് മേടിച്ചു കൊടുക്കാനല്ലോ. എൻ്റെ സാറേ ഒന്നാണ് സ്കൂളിൽ പിള്ളേരെ കിട്ടാനില്ല, അതിനിടയ്ക്ക് ഈ ആഹാരത്തിന് കണക്കും കൂടെ. ഇപ്പൊ സാറ് പറയുന്നതായിട്ട് ഞാൻ ലോൺ എടുത്ത് പിള്ളേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കണം, എന്നിട്ട് ക്രെഡിറ്റ് സാറിന് അല്ലേ? എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഇവിടുത്തെ ഡ്രിൽ മാഷാണ്. എനിക്ക് കളിക്കാണെങ്കിൽ ഒരു ബോൾ വാങ്ങിച്ചതാ സാറേ. പ്രിൻസിപ്പളിൽ കാണുന്നവർ. ശരി ശരി. അങ്ങനെ ഇപ്പം കാണാൻ പറ്റൂല. അങ്ങനെ അടുക്കളയിൽ പച്ചക്കറി കഴിഞ്ഞോണ്ടിരിക്കണം. ഉച്ചക്കുള്ള ഫ്രൈഡ് റൈസ്. പച്ചക്കറി പ്രിൻസിപ്പൾ? ഓ, പുതിയ സിസ്റ്റം ഒന്നും അറിഞ്ഞില്ലേ? അങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. സാറേ, ഇത്തവണത്തെ ജയിൽ കോൺട്രാക്ട് നമുക്ക് തന്നെ തരണം. നമ്മൾ വളരെ പുതുമയുള്ളൊരു മെനു ആണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. അതായത് രാവിലെ ലൈറ്റായിട്ട് പൊറോട്ട, ചിക്കൻ ഫ്രൈ, ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, രാത്രി അൽഫാം അല്ലെങ്കിൽ കുഴിമന്തി, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കും. പിന്നെ ഇത് കൂടാതെ നമ്മൾ പുതിയൊരു പരിപാടി കൂടെ അവതരിപ്പിക്കുന്നത്. അതായത് ജയിൽ പുള്ളികളെ രണ്ടായിട്ട് തിരിക്കും. എ കാറ്റഗറി, ബി കാറ്റഗറി. എ കാറ്റഗറിയിലുള്ളവർക്ക് അൽഫാം മന്തിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബി കാറ്റഗറിയിലുള്ളവർക്ക് സാധാ ചിക്കൻ ബിരിയാണി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ സുഭിക്ഷമായിട്ടുള്ള ഒരു മെനു ആണ് നമ്മൾ ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ജയിലിൽ കിടക്കുന്നവർക്ക് എയും ബിയും ഒക്കെ കാറ്റഗറി ഇരിക്കേണ്ട വല്ല കാര്യമാണ്? അങ്ങനെ പറയല്ലേ സാറേ. സാറേ ഒന്ന് ആലോചിച്ചോ, നമ്മൾ പുറത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോയി പിച്ച എടുത്തിട്ടാണെങ്കിലും ജീവിക്കാം. ഈ അകത്ത് ഈ 4 മതിൽക്കെട്ടിനകത്ത് താമസിക്കുന്ന പാവപ്പെട്ട അന്തേവാസികൾ, അവർക്ക് ആര് നല്ല ആഹാരം കൊടുക്കും? അത് നമ്മുടെ ചുമതലയല്ലേ? അവർ നന്നായിട്ട് ആഹാരം കൊടുക്കും, ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്തി നല്ല ആരോഗ്യവാന്മാരായിട്ട് നമ്മൾ സന്തോഷത്തോടെ കൊണ്ടുവരണം സാർ. അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ സാറേ? അല്ലേ സാറേ?